എന്താടേ? അമ്മാവൻ ഇങ്ങനെ അപമാനിച്ചു വിട്ടത് ശരിയായില്ല. പിന്നെ എങ്ങനെ വിടണം? മുത്തുക്കുടിയും ചെണ്ടമേളമായിട്ടോ? എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള മനുഷ്യനാണ്. എന്ന് വെച്ച് ഞാൻ അയാളെ തൊഴണോ? ഇത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്റെ വീട്ടിലുള്ള ഒറ്റ എണ്ണത്തിന് ഈ പഠിക്കകത്ത് കയറ്റരുതെന്ന്? അതിനൊക്കെ തെറ്റ്. അവരെന്ത് ചെയ്തു? അതാ നാറിയോട് തന്നെ ചോദിക്കേ. പണ്ടയാൾ നിന്നെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് വാക്ക് തന്നാടി. എന്നിട്ടിപ്പൊ സെക്കൻഡ് ഹാൻഡ് ആയപ്പോ എന്റെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് വന്ന് അപേക്ഷിച്ചില്ലല്ലോ. ആ പട്ടി, നിന്റെ അമ്മാവൻ എന്റെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണ് ഞാൻ സമ്മതിച്ചത്. എന്തിനു സമ്മതിച്ചു? അന്നെന്നെ വെറുത്തതിന് നിന്നോട് പകരം വീട്ടാൻ. നിങ്ങളൊരു മൃഗമാണ്. സരസ്വതി, സരസ്വതി, കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുപോവാ. ചേട്ടൻ എന്താ പെട്ടെന്ന് ഇനി പോന്നത്? നല്ല ശിക്ഷയായിപ്പോയി. എന്നെ ഇന്ന് വിടത്തേയില്ലെന്ന് അവനൊരു പിടിവാശി. സുജാതയ്ക്ക് വിശേഷമല്ലതും ഉണ്ടേട്ടാ? ഏയ്, അവൾക്കെന്ത് വിശേഷം? പരമ സുഖമല്ലേ. മാധവൻകുട്ടിയോ? മാധവൻകുട്ടിയും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ചേട്ടൻ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? ഊണ് കഴിച്ചില്ലേ? കഴിച്ചില്ലെന്നു. കഴിക്കാതെ അവൻ വിടൂ. പിന്നെ ബസ് സമരം ആയതുകൊണ്ട് ഞാൻ നടന്നിങ്ങ് പോന്നു. നീ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഇങ്ങ് എടുക്ക്. എന്റെ ഭഗവാനെ. ഒന്നുമില്ലേലും ഒത്തിരി കാലമായിട്ട് നമ്മൾ അയൽക്കാരല്ലേ. സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നതിനെ പറ്റി ഞങ്ങളോട് പറയാറുണ്ട്. ആ കുഞ്ഞിനെ നോക്കാനെങ്കിലും ഒരാൾ വേണ്ടേ? അതിന് പാർവമ്മയുണ്ടല്ലോ. നേരാ, അവർ വെറും ഒരു വേലക്കാരിയല്ലേ? അതും നേരാ. സുജാത വേറെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് സാറും ഒരു കല്യാണം കഴിക്കണമെന്നാ എന്റെ അഭിപ്രായം. ഞാനും ആ അഭിപ്രായക്കാരനാ. ഹേമേ, കാപ്പി കൊണ്ടുവരൂ. സാറിന് നമ്മള് മനസ്സിലായോ? എന്റെ അനിയത്തിയാ ഹേമ. BSc ഫസ്റ്റ് ക്ലാസ്സാ. സുമയുടെ അനിയത്തി എന്ന് പറയല്ല, നല്ല സ്മാർട്ടാ. യൂത്ത് ഫെസ്റ്റിവലിന് 2 സമ്മാനം കിട്ടി. 2 അല്ല ചേച്ചി, 3. 3 നല്ലൊരു കലാകാരിയാ. സ്റ്റേജിൽ കലക്കും. കണ്ടാലറിയാം. കോളേജ് മാത്രമേ ഉള്ളൂ. വീട്ടിലെത്തിയാൽ അവള് മിണ്ടാപ്പൂച്ചയാ. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. നേരാ സാറേ, കുഞ്ഞുങ്ങളെ കിട്ടിയ അവൾ കട്ടിച്ച് തിന്നുകളയും. അത്രയ്ക്ക് ഇഷ്ടമാ. നല്ലൊരു പാചകക്കാരിയാ. നളപാചകം എന്ന് കേട്ടിട്ടില്ലേ? ഓ ചേട്ടാ, നിനക്ക് നാണമാണെങ്കിൽ അപ്പുറത്ത് പൊയ്ക്കോ. ഞാനിവിടെ പരിചയപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ? സഹോദരി ആയതുകൊണ്ട്. അത് മാത്രമല്ല സാറേ, പിന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. സുജാതയുടെ സ്ഥാനത്ത് കുഞ്ഞിനെയും സാറിനെയും നോക്കാൻ ഹേമ വരണമെന്ന്. ധൃതിയൊന്നുമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഒന്നുകൂടെ ചെല്ലു മനുഷ്യ. പിടിച്ചു പിടിയാലെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഞാൻ ഏറ്റടി. പ്രകാശൻ സാറേ, എന്റെ പൊന്നു സാറേ, എന്റെ ഭാര്യ അവളുടെ അനിയത്തിയുടെ കാര്യം പറഞ്ഞില്ലേ? അയ്യോ, അതിൽ വീണുപോകല്ലേ. എന്താ സാറേ? ഈ ഭദ്രകാളുടെ നേരെ ഇളയതാ അവള്. ഇതേ സ്വഭാവം തന്നെ അവളുടെയും. എന്നെ ഇട്ട് വട്ട് കെട്ടുന്ന അനുഭവം സാറിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുക. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാനാണോ സാറിന്റെ തീരുമാനം? എന്റെ ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് സ്ഥാനമുണ്ടായിരുന്നു, എന്റെ സുജാതയ്ക്ക് മാത്രം. ചേട്ടന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ രാജിവെച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ചേട്ടൻ എന്നെ ചതിക്കായിരുന്നെന്ന് മനസ്സിലാക്കിയത്. ഞാൻ ആ പെണ്ണിനെ കെട്ടിയതുകൊണ്ടാണോ നീ ഇത് പറയുന്നത്? എടി മെഴ്സി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഞാൻ അത് ചെയ്തത്. പിന്നെ പെണ്ണ് കിട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ? എടി, അവളോടൊത്ത് സുഖമായി ജീവിക്കാനായിരുന്നെങ്കിൽ നീ രാജിവെച്ചു വരാൻ ഞാൻ എഴുതുമായിരുന്നു. പിന്നെ എന്തിനാ എഴുതിയത്? ഒരു കാലത്ത് എന്റെ മുഖത്ത് നോക്കി എന്നെ അവമാനിച്ചോളാണ് എന്റെ ഭാര്യ. അവളോട് പകരം വീട്ടാൻ എനിക്കൊരു അവസരം കിട്ടി, അത് ഞാൻ ഉപയോഗപ്പെടുത്തി. അപ്പോൾ എടി,
കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞു കേൾപ്പിക്കുന്നത്? 5 സ്റ്റാർ ഹോട്ടലിൽ നിനക്ക് ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ താമസിക്കാം. കിട്ടിയോടാ? കിട്ടി. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ. നാളെ രാവിലെ ഞാൻ ഹോട്ടലിൽ വരാം. നീ പോയിക്കോ. സാർ, ഇത് നമ്മുടെ മേഴ്സിക്കുട്ടിയല്ലേ, മിലിറ്ററി നേഴ്സ്? നോക്കായിരുന്നു പണം. ആ, ചേട്ടാ ഇത് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോകും. ഞാൻ കത്തയച്ചിട്ട് വന്നതാണ്. സാബ് കല്യാണം എല്ലാം കഴിച്ചില്ലേ? ഇനി ഈ പഴയ പാച്ചുണ്ടായങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ദാസേ, ഇതെന്റെ സ്വന്തം കാര്യമാണ്. ഒരു പാവം കൊച്ചുമാണ് സാബിനെ കിട്ടിയിരിക്കുന്നത്. അവര് വിഷമിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഭിപ്രായമൊന്നും പറയണ്ട. പാല് കുടിച്ചിട്ട് കളിച്ചോ മക്കളെ? എടാ, എനിക്ക് വയ്യ നിന്റെ കൂടെ ഇങ്ങനെ ഓടാൻ. പ്രിയ, ഒന്ന് പാല് കുടിക്കും. പാല് തരുവാന്നേ. സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പൂച്ചയാ, ഇല്ലെങ്കിൽ പുലിക്കുട്ടി. ഞാൻ മണ്ണാർശാലയിൽ പോയിട്ട് വരുന്നത് വരെ സാറിന്റെ പങ്കപ്പാടായിരിക്കും. ഓ, അത് സാരമില്ല. സാറേ, ഈ കുഞ്ഞിനെ കൊണ്ട് എത്ര നാളിങ്ങനെ കഴിയും? ഒരു കല്യാണം കഴിച്ചാൽ സാറിനെ കുഞ്ഞിനെ നോക്കാൻ ഒരാളുമായി, വീട്ടിനൊരു ഐശ്വര്യവുമായി. പാർവമേ, ഞാനും സുജാതയും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. എന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ സാറേ? കഴിയും പാർവമേ. ഇന്ന് ഞാനും ഇവനും ഒരുപോലെ അനാഥരാണ്. ഞങ്ങളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. അവനെ സ്നേഹിക്കാൻ ഞാനും, എന്നെ സ്നേഹിക്കാൻ അവനും മാത്രം. മോനെ, സുജാത കുഞ്ഞോ? പറമേ, എന്റെ കുഞ്ഞ്, എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഇതാണോ കുഞ്ഞിന്റെ വീട്? അതെ. അദ്ദേഹം അകത്തുണ്ടോ? ഇല്ല. പറമ എവിടെ പോയിട്ട് വരിക? മണ്ണാർശാലയില് ഒരു നേർച്ച ഉണ്ടായിരുന്നു പ്രിയംകുഞ്ഞിന് വേണ്ടി. അത് കഴിച്ചേച്ച് വരുവാ. വാ, നമുക്ക് അകത്തേക്ക് പോവാം. കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അങ്ങാര് ജലപാനം പോലും കഴിച്ചിട്ടില്ല. പുറത്ത് തിണ്ണയിൽ കസേരയിട്ട് ഒറ്റ ഇരിപ്പായിരുന്നു. കുഞ്ഞിന്റെ പുതിയ ഭർത്താവ് ഒരുപാട് കാശുള്ള ആളാണല്ലേ? എവിടെ പോയിരിക്കുന്നു? പുറത്തു പോയിരിക്കുക. കുഞ്ഞ് ഒരുപാട് ക്ഷീണിച്ചല്ലോ. എന്താ മുഖത്തൊരു പാട്? അങ്ങേര് ഉപദ്രവിക്കുന്നുണ്ടോ? എത്ര സന്തോഷമായിട്ടാ കുഞ്ഞെ നിങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നേ. ആ കളിയും ചിരിയും ഒക്കെ ഇപ്പോഴും എന്റെ കണ്ണുവട്ടത്ത് തന്നെ നിൽക്കുന്നു. തലയിലെടുത്ത് തൂത്താ പോവോ? പ്രിയൻ ഒത്തിരി വളർന്നോ? വളർന്നോ? കുസൃതി കുട്ടനാ. സത്യം പറയാവല്ലോ കുഞ്ഞെ, എനിക്ക് അവനെ കാണാണ്ട് ഒരു നിമിഷം ഇരിക്കാൻ വയ്യ. കേട്ടോ കുഞ്ഞെ, എല്ലാ വെള്ളിയാഴ്ചയും അങ്ങാര് അവനെ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ കൊണ്ടുപോകും തൊഴാൻ. പ്രിയമേ, ആരും അന്വേഷിച്ചു വന്നില്ലേ? ആര് വരാനാ കുഞ്ഞെ? അതൊക്കെ ഓരോ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കിയതല്ലേ. നിങ്ങളെ തമ്മിൽ പിരിച്ചിട്ട് അവർക്കൊക്കെ എന്ത് കിട്ടി? ദേ, നമ്മുടെ അയൽവക്കത്തെ സുമത്തിന്റെ അനിയത്തി ഉണ്ടല്ലോ രാധ, അതിനെ പ്രകാശം കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കി. പക്ഷെ എന്റെ മോൻ സമ്മതിച്ചില്ല. മോനോ? അതെ, ഞാനിപ്പോ പ്രകാശം കുഞ്ഞിനെ മോനെന്നാ വിളിക്കുന്നത്. അതിനെ സ്നേഹിക്കാനും ആരെങ്കിലും വേണമല്ലോ. തരുമേ, ഞാൻ പറയുന്നതാണോ തെറ്റ്? കുഞ്ഞു തന്നെയല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്?
വീട്ടുകാരനായിരിക്കും വന്നത്. ഞാൻ പോയേക്കാം കുഞ്ഞെ. പോട്ടെ. ആരാടിയത്? എനിക്ക് വേണ്ടപ്പെട്ടവരാ. നിന്റെ വേണ്ടപ്പെട്ടവരാര് ഈ പഠിക്കകത്ത് കയറ്റരുന്നതിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വഴിയെ പോയപ്പോ ഞാനിവിടെ നിൽക്കുന്നത് കണ്ട് കയറിയതാണ്. എന്നാ വഴിയെ പോകുന്നവരെ മുഴുവൻ വിളിച്ച് അകത്ത് കയറ്റടി. എത്ര തല്ല് കിട്ടിയാലും നീ പഠിക്കില്ല അല്ലേ? ബ്ലഡി റാസ്കൽ. നീ എന്താ അവർക്ക് കൊടുത്തയച്ചത്? ഞാനൊന്നും കൊടുത്തയച്ചില്ല. എന്താ അവരുടെ സഞ്ചിയില്? എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് പാടി, നമുക്ക് ഒരിടം വരെ പോണം. എങ്ങോട്ടാണ്? നിന്റെ അമ്മയുടെ നായരെ കാണാം. സ്ഥലം പറയാതെ ഞാൻ വിളിച്ചാൽ നീ വരില്ല അല്ലേ? ഒരു കാര്യം പറഞ്ഞിട്ട് പാടി.